ഞാനെപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു വിഷയമുണ്ട്. ഞാനെപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുള്ളതാണ്, കർത്താവേ നീ പറഞ്ഞായിരുന്നല്ലോ, എന്താ പറഞ്ഞത്, ഈ നാഥാനിയലല്ലേ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം മുഴുവനും. നാഥാനിയെ കണ്ടപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? ഇപ്പം 3 പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഡെയിലി ബ്രെഡിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഉടമ്പടി ധ്യാനത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളാ പറയേണ്ടത്. നാഥാനിയനെ കണ്ടപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ കാപട്യമൊന്നും ഇല്ല, അല്ലേ? ആ വചനം എത്രയാണ്? 1:47 എടുത്തേ. യോഹന്നാൻ 1:47. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇപ്പം ഞാൻ ഈശോനോട് ചോദിച്ചത് എന്താണെന്നറിയാമോ? ഇത്രയും നല്ലൊരു മനുഷ്യനെ കണ്ടിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ വിളിച്ചത്? എന്നാൽ അയാളെ വിളിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അയാൾക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല ഈശോ. ദാനിയേൽ ഇതാണ് യഥാർത്ഥ ഇസ്രായേലിയൻ, ഇവന് യാതൊരു കാപട്യവും ഇല്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അയാളെ ശിഷ്യനാക്കാഞ്ഞത്? അതാണ് വിഷയം. ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും കാപട്യമില്ലാതിരിക്കുന്നതുകൊണ്ടും ശിഷ്യത്വം വേറൊരു വിഷയമാണ്. ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും കാപട്യം ഇല്ലാത്തത് കൊണ്ടും കർത്താവിനെ ശിഷ്യനാക്കണമെന്നില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ശിഷ്യത്തിന് ഈ കാപട്യമില്ലാതിരുന്നാൽ മാത്രം പോരാ, നല്ല മനുഷ്യനായിരുന്നാൽ മാത്രം പോരാ. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റീസ് എന്താണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് സാധാരണ മനുഷ്യർക്ക് കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പട്ടികയിൽ വരാൻ പറ്റും. ഒന്നാമതിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, അച്ഛൻ റോമിൽ ധ്യാനിപ്പിക്കാൻ പോയ കാര്യം പറഞ്ഞു. ഉടമ്പടി ധ്യാനം നടത്തി. നമ്മളിവിടെ ഇരിക്കുന്നതെല്ലാം റോമിൽ ധ്യാനിപ്പിച്ചതിൻ്റെ ഉടമ്പടി, റോമിലും ഫ്രാൻസിലും ധ്യാനിപ്പിച്ചതിൻ്റെ ഉടമ്പടി പേപ്പറാണ് മാതാവിൻ്റെ വാതാന്തികത്തിലെ ആൾത്താരെ വെച്ചിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ എടുത്ത് മാറ്റി എൻ്റെ ടൈം കഴിഞ്ഞ് 6 മാസം വെക്കും. നമ്മൾ യൂറോപ്യൻ ധ്യാനങ്ങളെല്ലാം നടത്തുമ്പോഴും അന്തർദേശീയ ധ്യാനങ്ങളെല്ലാം 6 മാസം നമ്മൾ അത് എടുത്തുകൊണ്ട് പോരും. അവർ ഉടമ്പടി ചെയ്ത പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് 6 മാസം വെക്കും. കാര്യം അച്ഛൻ അവിടെ ഇല്ല, അവർക്ക് മെയിൻ്റെനൻസ് നടക്കണില്ല. അവരിനി 2-3 കൊല്ലം കഴിഞ്ഞൊക്കെ നാട്ടിൽ വരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അവരെടുത്ത ഉടമ്പടിയിലെടുത്ത വിഷയത്തിന് അവർക്ക് സെക്യൂരിറ്റി കിട്ടണം. കാര്യം അവർ നമ്മളെപ്പോലെ തന്നെ അത് അവരുടെ രീതി കഷ്ടപ്പെട്ട് ആണ് അതെല്ലാം ചെയ്തിരിക്കുന്നതും അവർ ഉടമ്പടി ജീവിക്കുന്നതും. അപ്പം തീർച്ചയായിട്ടും ദൈവം അവരുടെ വിഷയത്തിൽ ഇടപെടണം. നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ നിങ്ങൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ അശ്വതി എന്നും പറഞ്ഞ് ഒരു മോളുടെ സാക്ഷ്യമുണ്ട്. അശ്വതിയുടെ സാക്ഷ്യം നമ്മളെ ശരിക്കും, ഇപ്പം ഈ സാക്ഷ്യങ്ങൾക്കൊക്കെ ക്രിസ്ത്യനാണോ നോൺ ക്രിസ്ത്യനാണോ എന്ന് നമുക്ക് ആരാ ലീഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. ആർക്കാണ് അതിൻ്റെ കൃപ കിട്ടണത് അവർ ലീഡ് ചെയ്തു പോകും. അശ്വതി ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം അശ്വതി ഇവിടെ കാല് കുത്തിയപ്പോൾ തന്നെ കൗണ്ടറിലിരുന്ന ആള് അശ്വതി പറയും, നിങ്ങൾ UK പോകണല്ലേ? കൗണ്ടറിലിരിക്കുന്നവർ അത്ര സ്കിൽഫുള്ളല്ല, അത്രയ്ക്ക് കൗൺസിലിങ്ങിലേക്കുള്ള ആൾക്കാരല്ല. അവർ അതിൻ്റെ ഒരു സെക്രട്ടറിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ആ സെക്രട്ടറിയിൽ വർക്ക് ചെയ്യുന്നവരെയും കർത്താവ് ഉപയോഗിക്കുകയാണ്. അശ്വതി വരുമ്പോൾ നിങ്ങൾ UK പോകണല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അശ്വതി പറയണത്, ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്നാണ്. പക്ഷെ നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും ദൈവം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതാണ് വിഷയം. ചില സമയത്ത് നമുക്ക് തോന്നുവേ,
എന്തൊരു രസമാണ് ഈ ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കണത് എന്ന് ചില നമ്മൾ ചിന്തിച്ചിട്ടില്ല, പക്ഷെ നമ്മളെക്കുറിച്ച് ദൈവം ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളെ ഇരിക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ചിന്തയുണ്ട്. നിങ്ങൾക്കത് ശ്രദ്ധയോടുകൂടി ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുകേടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എല്ലാവരെക്കുറിച്ചും അവരെങ്ങനെ ജീവിക്കണം, എന്ത് ഭക്ഷിക്കണം, എല്ലാ കാര്യത്തെക്കുറിച്ചും ആരെ കല്യാണം കഴിക്കണം, എല്ലാ വിഷയത്തെക്കുറിച്ചും കർത്താവിന് തീരുമാനമുണ്ട്. എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷന് നിന്ന് കൊടുക്കത്തില്ല. നമ്മുടെ ഒരു രീതി അനുസരിച്ചുകൊണ്ട് ആധ്യാത്മികതയെ ആ രീതിയിലേക്ക് നമ്മൾ ഫ്രെയിം ചെയ്യാൻ നോക്കും. ഫ്രെയിമിങ് എ സ്പിരിച്വാലിറ്റി അക്കോർഡിംഗ് ടു അവർ വിംസ് ആൻഡ് ഫാൻസീസ്. നമ്മളുടെ രീതി ശാസ്ത്രമനുസരിച്ചുകൊണ്ട് നമ്മളിതിനെ ചട്ടവൽക്കരിക്കും, ഒരു ചട്ടക്കൂടുണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ അനുഷ്ഠിച്ചെടുക്കും. അതാണ് ഒരു ആധ്യാത്മികതയുടെ സ്വാഭാവികമായ പരിമിതികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഫ്രഷ് ഹാൻഡ്സ് ലീഡ് ചെയ്യണത് അവർക്ക് ചട്ടക്കൂടുകളില്ല. അതുകൊണ്ട് അവർ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഐഡിയയും ഇല്ലാതെ വരേണ്ട ആളാണ്. അപ്പോൾ ഒരു രൂപവും ഇല്ലെന്ന് പറയത്തില്ല, ഒരു കാര്യത്തിനും ഒരു രൂപവുമില്ല എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ബ്ലൂ പ്രിൻ്റ് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ കയ്യിൽ രൂപമുണ്ട്, നമുക്കതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ കയ്യിൽ എല്ലാ കാര്യങ്ങൾക്കും രൂപങ്ങളുണ്ട്. നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ കുറച്ച് സീരിയസ് ആയണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവിന് ഇതിൻ്റെ നൂഹവിനെ കുറിച്ചൊക്കെ ഭയങ്കര വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നിലനിൽക്കാനും പരിശുദ്ധാത്മാവിനെ നിലനിർത്താനും പലർക്കും ഒരു പരാജയപ്പെട്ടു പോകുന്നുണ്ട് ആൾക്കാർ. പരിശുദ്ധാത്മാവിനെ നിലനിൽക്കാൻ ഇപ്പോൾ കർത്താവ് പറയത്തില്ലേ, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഇരിക്കണം. രാവിലെ അതിപ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്നതാണ്. ഈ ഒറ്റ കേൾവി കൊണ്ട് തന്നെ ചിലപ്പോൾ ജീവിതം രക്ഷപ്പെട്ടു പോകും. സന്തോഷത്തോടെ ഇരിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 15:7. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഇന്ന കാര്യമൊന്നല്ല, ദൈവത്തിന് എന്ത് തരണമെങ്കിലും സന്തോഷമേ ഉള്ളൂ. അതാണ് ഇഷ്ടമുള്ള ചോദിക്കാൻ പറയണത്. പക്ഷെ എന്താണ് പ്രശ്നം? നിങ്ങളെൻ്റെ വാക്ക് കേൾക്കണം. പിന്നെന്താണ്? എൻ്റെ സ്നേഹത്തിൽ അവിടെയാണ് ഒരു പ്രശ്നം. നിലനിൽപ്പാണ് ഒരു പ്രോബ്ലം. എൻ്റെ പേര് ജാൻസി, ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ്, മോൾ അഞ്ജു. ഞങ്ങൾ പാലാരിവട്ടം ഇടവകയിൽ നിന്നാണ് വരുന്നത്. 11ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 18:27 എന്ന തിരുവചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ തിരുക്കുമാരൻ എൻ്റെയും എൻ്റെ കുടുംബത്തിനും നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. 2019 എൻ്റെ മകൾ അഞ്ജു B.Ed പാസ്സായി. ആ സമയത്ത് തന്നെ ടെറ്റ്, നെറ്റ്, സെറ്റ് എന്നീ എലിജിബിലിറ്റി ടെസ്റ്റുകൾ പല പ്രാവശ്യം എഴുതി. 1ഉം 2ഉം മാർക്കിന് അവൾ ഫെയിലായി. അത് ഞങ്ങളെയും അവളെയും മാനസികമായി വളരെയധികം വിഷമിപ്പിച്ചു. MSc B.Ed ഉണ്ടെങ്കിലും എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകാതെ ഒരു സ്ഥലത്തും ജോലി കിട്ടില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കാതെ തന്നെ പല പ്രാവശ്യം അമ്മയുടെ അടുക്കൽ വന്ന് എന്ത് ചെയ്യും അമ്മ എന്ന് ചോദിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
അപ്പോൾ അവളുടെ ഒരു മിസ്സ് പറഞ്ഞു, നിങ്ങൾ എംഫിലിന് അപ്ലൈ ചെയ്യുന്നു. അവൾ എംഫിലിന് പല യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്തു. അപ്പോൾ കോയമ്പത്തൂരിലെ ഒരു പ്രശസ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവൾക്ക് ടെസ്റ്റിന് വിളിക്കുകയും ദൈവാനുഗ്രഹത്താൽ അവൾ ആ ടെസ്റ്റും ഇൻ്റർവ്യൂവും പാസ്സാവുകയും ചെയ്തു. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു ഗൈഡിനെ കിട്ടുകയും ആ ഗൈഡ് പറഞ്ഞു, PhDക്ക് ഒരു സീറ്റ് ഒഴിവുണ്ട്, മോൾക്ക് മാർക്കുള്ളതിനാൽ, ദൈവാനുഗ്രഹത്താൽ മാർക്കുള്ളതിനാൽ PhDക്ക് നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ ചേർന്നോളാൻ പറഞ്ഞു. അമ്മ തിരുക്കുമാരിൽ നിന്ന് വാങ്ങിത്തന്ന അനുഗ്രഹമല്ലേ എന്നും പറഞ്ഞ് അവൾ PhDക്ക് ജോയിൻ ചെയ്തു. അതിനുശേഷം കൊറോണ ആരംഭിച്ചു. 1.5 വർഷക്കാലം ലാബ് ഉപയോഗിക്കേണ്ടത് കൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു ഇവൾ. ഒരു വർക്കുകളും മുന്നോട്ട് നടന്നില്ല. അതിനുശേഷം ലാബ് വർക്കുകൾ കോളേജിൽ പോയി തുടങ്ങി. എന്നും കരച്ചിലായിരുന്നു. അവൾ ചെന്ന സമയത്ത് അവളുടെ 3 കൂട്ടുകാർ, അവളുടെ കൂടെ അഡ്മിഷൻ ഇടുന്ന 3 കുട്ടികളും ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്നും വിളിച്ച് കരച്ചിൽ, ഞാൻ ഇതിൽ ചേരുന്നില്ല, എനിക്ക് പറ്റണില്ല, ഓരോ ദിവസവും ഓരോ പേപ്പറുകൾ ഹാർഡാണ്, ഒരു പേപ്പർ പോലും സബ്മിറ്റ് ചെയ്യാനുള്ള മെറിറ്റ് എനിക്കില്ല അമ്മ എന്നും പറഞ്ഞ് വളരെയധികം സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന് 2022 മെയ് 6-ാം തീയതി ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ച് രണ്ടാമത്തെ പുതുക്കലായപ്പോൾ തന്നെ അവൾക്ക് പല പ്രാവശ്യം റിജക്ഷൻ വന്ന 2 പ്രോജക്റ്റുകൾ ഒരുമിച്ച് അക്സെപ്റ്റ് ആവുകയും സ്റ്റൈഫൻഡോടുകൂടി അവൾക്ക് അവളുടെ ലാബ് വർക്കുകൾ കണ്ടിന്യൂ ചെയ്യാൻ പരിശുദ്ധ അമ്മ തിരുക്കുമാരിൽ നിന്നും അനുഗ്രഹം വാങ്ങിത്തന്നു. പിന്നീടും ഓരോ പ്രാവശ്യവും പല പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തെങ്കിലും ഒരു പബ്ലിക്കേഷന് വേണ്ടി അവളൊരു പേപ്പർ 12 പ്രാവശ്യം സബ്മിറ്റ് ചെയ്തു. 12 പ്രാവശ്യവും റിജക്ഷനായി. അപ്പോഴും ഞാനിവിടെ വന്ന് അച്ഛൻ പറയണ പോലെ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം 13ാമത് അവൾ സബ്മിറ്റ് ചെയ്ത പേപ്പർ പബ്ലിഷ് ആവുകയും അവൾക്ക് അതിലോടുകൂടി അവൾക്ക് അവളുടെ തിസീസ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. എൻ്റെ 9ാമത്തെ പുതുക്കലിന് ശേഷം അവൾക്ക് തിസീസ് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം നമ്മുടെ ജോസഫ് അച്ഛൻ ഒരു ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു, 44 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഒരു കാര്യം സാധിക്കും, പ്രാർത്ഥിച്ചോളാം. ഞങ്ങൾ കുടുംബമായിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 44 ദിവസം തികയുന്നതിന് മുമ്പ് വളരെ നല്ല ഒരു വൈവ റിപ്പോർട്ട് അവൾക്ക് കിട്ടുകയും ഈ മാസം ഒക്ടോബർ 10-ാം തീയതി അവളുടെ വൈവ നടത്തുകയും അവൾക്ക് PhD ഡിഗ്രി അവാർഡാവുകയും ചെയ്തു. 0 മെറിറ്റിലായിരുന്നു എൻ്റെ മകൾ. ഒന്നും അവൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നും കരച്ചിൽ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാത്രം. അതുപോലെ അവൾ ഉടമ്പടി വസ്തുക്കൾ, ഞാനിവിടുന്ന് പേപ്പർ വാങ്ങിച്ച് അവൾക്ക് കൊടുത്തു. അതുപോലെ ഉടമ്പടി വസ്തുക്കൾ, കാശുരൂപം, തേന്, തൈല്, ഉപ്പ്, ഇതൊക്കെ അവൾ എല്ലാ ദിവസവും ഉപയോഗിച്ചു. അവൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ ആ സാറിൻ്റെ അടുത്തും കൊണ്ടുപോയി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. ഇതിൻ്റെയൊക്കെ ഫലമായി 0 മെറിറ്റിലായിരുന്ന മകൾക്ക് അമ്മ PhD ഡിഗ്രി തിരുക്കുമാരിൽ നിന്നും വാങ്ങിച്ചു കൊടുത്തു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ രോഗസൗഖ്യങ്ങൾ. എൻ്റെ ഹസ്ബൻഡിന് 40 വർഷത്തോളമായിരുന്ന അലർജി രോഗം. രാവിലെ എഴുന്നേറ്റാൽ എപ്പോഴും തുമ്മലാണ്. വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ഞാൻ പറയാതെ തന്നെ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വളരെയധികം വ്യത്യാസം വന്നു. ഇപ്പം സാധാരണ എന്തെങ്കിലും ജലദോഷം വരികയാണെങ്കിൽ അതുപോലെ മാത്രമേ ഉള്ളൂ. അമ്മ മാതാവ് ഒത്തിരിയും സംരക്ഷണം നൽകി അനുഗ്രഹിച്ചു. അതുപോലെ 25 വർഷമായിരുന്ന എൻ്റെ സൈനസൈറ്റിസ് രോഗം, അതുപോലെ എൻ്റെ ദേഹം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി കറുത്ത കളർ പോലെ വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ ഉപ്പും തൈലവും ഉപയോഗിച്ച് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒറ്റ ഒരു പ്രാവശ്യം തേച്ചു. അത് പിന്നീട് ഒരിക്കലും ആ കുരുക്കൾ വരാൻ ഇടയായില്ല. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയണം. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്ത് 1980 ഞങ്ങൾക്ക് കിട്ടിയ ഒരു ആധാരം, ഒരു നിലത്തിൻ്റെ ആധാരമായിരുന്നു. 45 വർഷമായിട്ടും ആ ആധാരം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അച്ഛൻ്റെ ഡോക്യുമെൻ്റ് പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ആകെ ഉണ്ടായിരുന്നത് നിലത്തിന് കരം കെട്ടുന്ന ഒരു രസീത് മാത്രമായിരുന്നു. ഞാൻ ആ രസീത് വെച്ച് പ്രാർത്ഥിച്ചു. അമ്മേ, വേറെ ഒന്നുമില്ല, അപ്പൂപ്പന്മാരായിട്ട് തന്നിരുന്ന ഒരു ആധാരമാണ്, അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്കകം
കുറേ പേപ്പറുകളുടെ ഇടയിൽ നിന്നും ആ ആധാരം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധ ഉപ്പും തൈലവും തേനും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ: ഇവിടെ നിന്നും പേപ്പർ വാങ്ങിച്ച് ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ആശുപത്രികൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, കടകൾ, അതുപോലെ ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളുകളിലെ കുട്ടികൾക്കും അവിടുത്തെ അധ്യാപകർക്കും എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അതുപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഉപ്പും തേനും കൊടുത്ത് അവരെ പരീക്ഷയിൽ സഹായിച്ചിട്ടുണ്ട്. ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി തലേദിവസം തന്നെ എക്സാം ഹാളിൽ പോയി ഉപ്പ് വിതറി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വളരെ നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ: അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡിൽ പോയി അവരെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്ത് കരുണാനിലയം, അഗതികളുടെ ഒരു ഹോം, അവിടെയൊക്കെ പോയി അവിടുത്തെ രോഗികളെ കാണുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്നത് പോലെയുള്ള സഹായം ചെയ്തിട്ടുണ്ട്. പൊതിച്ചോറ് കെട്ടി വിതരണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ. പിന്നെ അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ കൂടും. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. ജോമോൾ സിസ്റ്ററിൻ്റെ ലിവിങ് ഓറക്കിൾസ് കാണും. വിജയകുമാർ സാറിൻ്റെ ടോക്കുകൾ കേൾക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസവും ഒരു മുടക്കവും ഇല്ലാതെ കൂടാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ചെയ്ത പ്രവർത്തനങ്ങൾ. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെയും 0 മെറിറ്റിലായിരുന്ന എൻ്റെ മകൾക്ക് ഈ ഒരു ഡിഗ്രി തന്ന അമ്മ മാതാവ് തിരുക്കുമാരനും വാങ്ങിത്തന്ന ഈ അനുഗ്രഹത്തിന് 1000 നന്ദികൾ സമർപ്പിച്ചുകൊള്ളുന്നു. മാതാവ് വഴി ഈശോ തന്ന നിരവധി അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു. അമ്മ പറഞ്ഞതുപോലെ 2019 ഞാൻ കോയമ്പത്തൂരിലെ ഒരു പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ജോയിൻ ചെയ്യുകയും അവിടെ അഡ്മിഷൻ എടുത്ത് ആദ്യം ഞാൻ പോയി അന്വേഷിച്ചത് ദൈവത്തിൻ്റെ കത്തോലിക്ക തിരുസഭയുടെ ഒരു പള്ളി ഉണ്ടോയെന്നാണ്. അവിടെ പോയി CMI അച്ഛന്മാരുടെ ഒരു മെഷീൻ സെൻറ്ററും അതുപോലെ തന്നെ കൊമേന്തിയും അടുത്തുണ്ടായിരുന്നു. അതിലൂടെ ആത്മീയമായി എനിക്ക് കുറേ വളർച്ച അനുഭവപ്പെടുകയും ചെയ്തു. 2019 തൊട്ട് 2021 വരെ കൊറോണ കാലഘട്ടം. എനിക്ക് പോയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാണ്ട് വന്ന സമയത്ത് ഞാനിവിടെ ഇരുന്ന് വളരെയധികം ബുദ്ധിമുട്ടി. തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ കൂടെയുള്ള ബാച്ച്മേറ്റ്സും ജൂനിയേഴ്സായിട്ടുള്ള അഡ്മിഷൻ എടുത്തവരും എല്ലാവരും ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എൻ്റെ സീനിയേഴ്സ് പറഞ്ഞു, നമ്മൾ സയൻസ് ഫീൽഡാണ്, സയൻസ് ഫീൽഡ് ഉള്ളവർക്ക് പ്രോജക്റ്റ് സാങ്ഷൻ ആകണം, ഫെലോഷിപ്പും ഫണ്ടിങ് ഏജൻസി വേണം, എന്നാലേ ഔട്ട്സോഴ്സിങ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ആകെ തളർന്നു. കാരണം എന്ന് വെച്ചാൽ പ്രപ്പോസൽ എഴുതി റിജക്ഷൻ മാത്രമേ ഉള്ളൂ എനിക്ക്. അങ്ങനെ അമ്മയുടെ ഉടമ്പടി പ്രകാരം പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈശോനോട് പ്രാർത്ഥിച്ചു. അമ്മ കൊണ്ടുവരുന്ന പത്രം, മാതാവിൻ്റെ പത്രം തലേണയുടെ അടിയിൽ ഞാൻ വയ്ക്കും. അങ്ങനെയെങ്കിലും എനിക്ക് നല്ല ബുദ്ധി കിട്ടി നന്നായിട്ട് എഴുതി പ്രപ്പോസൽ എഴുതി ഇതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 പ്രപ്പോസലാണ് എനിക്ക് സാങ്ഷനായി കിട്ടിയത്. DSTയുടെയും പിന്നെ അതേപോലെ തന്നെ UGC SRF വരയ്ക്കും എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് 2025 ഈ വർഷം ഫെബ്രുവരി 14 എനിക്ക് സെക്കൻഡ് DC സബ്മിറ്റ് ചെയ്യുകയും 28 തന്നെ സിനോപ്സിസ് അപ്രൂവ് ആകുകയും ഏപ്രിൽ പാനൽ മെമ്പേഴ്സ് സെലക്ട് ആകുകയും അതുവഴി 3 മാസം കൊണ്ട് എനിക്ക് തീസിസ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ എഴുതാൻ പോണേന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയേറെ വർക്ക് ചെയ്തതും പ്രോജക്റ്റിൻ്റെയും പബ്ലിക്കേഷൻ്റെയും എല്ലാ വർക്കും ഉണ്ട്. അതെല്ലാം കമ്പൈൻ ചെയ്ത് എഴുതാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഞാൻ രാവിലെ പള്ളിയിൽ പോയിട്ട് വരും, ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് എന്നെ കൊണ്ട് എഴുതാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. മുന്നോട്ട് പോകാനേ കഴിയുന്നില്ല. പപ്പേനെയും അമ്മേനെയും വീട്ടിൽ വിളിച്ചിട്ട് എപ്പോഴും കരച്ചില്ല, എനിക്കൊന്നും എഴുതാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസത്തിലെ ധ്യാനം കൂടണത്. അതുവഴി ലൈവ് ടെലികാസ്റ്റും കാണും. ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഫുൾ മാതാവിൻ്റെ ലുത്തീന, മാതാവിൻ്റെ പാട്ട് ഫുൾ ഇങ്ങനെ കേട്ടാണ് ഞാൻ എൻ്റെ തീസിസ് എഴുതി. എങ്ങനെ എഴുതി തീർത്തതെന്ന് എനിക്കറിയത്തില്ല. 3 മാസം കൊണ്ട് ഞാൻ എൻ്റെ തീസിസ് എഴുതി തീർത്തു. അതുപോലെ തന്നെ സെപ്റ്റംബർ അച്ഛൻ്റെ 44 ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതിൽ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ ഫാമിലിയും ഞാനും.
അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ തീസിസ് റിപ്പോർട്ട് വരികയും ആ തീസിസ് നല്ല റിപ്പോർട്ടായി ദൈവം എനിക്ക് തന്നു. അബ്രോഡ് പാനലാണെങ്കിലും ഇന്ത്യൻ പാനൽ മെമ്പേഴ്സ് ആണെങ്കിലും രണ്ടുപേരും ഒരു കുറവില്ലാണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കത് തന്നു കിട്ടി. അതുവഴി ഒക്ടോബർ 15 ദിവസത്തിനുള്ളിൽ എനിക്ക് വൈവ നോട്ടിഫിക്കേഷൻ അടിക്കുകയും ഈ മാസം 10-ാം തീയതി ഒക്ടോബർ 10-ാം തീയതി എൻ്റെ വൈവ കഴിയുകയും PhD ഡിഗ്രി അവാർഡ് ആകുകയും ചെയ്തു. ദൈവത്തിനും മാതാവിനും 1000 നന്ദിയുണ്ട്. ഞാനല്ല എൻ്റെ തീസസ് എഴുതിയത്, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എൻ്റെ ജൂനിയേഴ്സ് പറയും, രാവിലെ എഴുന്നേറ്റ് നോക്കിയാലും ആ ലൈറ്റ് അങ്ങനെയുണ്ട്, രാത്രി നോക്കിയാലും ആ ലൈറ്റ് അങ്ങനെ തന്നെയുണ്ട്. ഹോസ്റ്റൽ മുറിയിൽ കയറുമെന്ന് എല്ലാവരും പറയണത് കേൾക്കും, ഫുള്ള് രാപ്പകൽ അധ്വാനിച്ചിരുന്ന് എഴുതണം. പക്ഷേ ഞാനൊന്നും എഴുതണില്ല, എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ എഴുതിയെന്ന്. അത് ദൈവം തന്ന അനുഗ്രഹം മാത്രമാണ്. ഞാൻ എൻ്റെ കസിൻസിനോടും റിലേറ്റീവ്സിനൊക്കെ വിളിച്ച് ഞാൻ പറയും, പ്രാർത്ഥിക്കണം, മാതാവിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ദൈവം തന്ന അനുഗ്രഹം മാത്രമാണ് എനിക്കിത്. ഇതാണ് മാതാവും യേശുവും എന്നെക്കൊണ്ട് എഴുതിപ്പിച്ച തീസിസ്. എനിക്കറിയത്തില്ല ഇത്രയും പേജസ് ഞാൻ എങ്ങനെ എഴുതി തീർത്തതെന്ന്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ബിന്ദുലേഖ സജീവ്. ഇതെൻ്റെ ഹസ്ബൻഡാണ്. ഇതെൻ്റെ മോൻ. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര രൂപത വട്ടവള ഇടവക അംഗമാണ്. ആദ്യമായി ഈ പുണ്യഭൂമിയിൽ വന്ന്, അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചതിന് അമ്മ മാതാവിനോടും തിരുകുമാരനോടും നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഒരു പത്രം മുഖേനമാണ്. ഞങ്ങളെ വീട്ടിനടുത്തുള്ള ഒരു ചേച്ചി ഈ പത്രം കൊണ്ടുവരികയും ഞങ്ങളോട് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണെന്നും പറയുകയും ഉടമ്പടി എടുക്കുന്ന വിധം പറഞ്ഞു പത്രം തരികയുണ്ടായി. ആ ഉടമ്പടി പത്രം വായിച്ചത് മൂലം എനിക്ക് വളരെയധികം ഇവിടെ വരാനായിട്ട് ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് 2023 ഡിസംബർ 8-ാം തീയതി ഇവിടെ വരികയുണ്ടായി. അപ്പോൾ തന്നെ എനിക്കൊരു അനുഭവമുണ്ടായി. നല്ല തണുപ്പ് അനുഭവപ്പെടുകയും ഒരു ദൈവിക അനുഭവം ഉണ്ടാവുകയും ചെയ്തു. ഞാൻ ഈ ഭിത്തിയിലെല്ലാം വന്ന് നോക്കുകയുണ്ടായി, AC ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അമ്മ മാതാവ് ഞങ്ങളെ ഈ പുണ്യഭൂമിയിലേക്ക് ക്ഷണിച്ചതാണെന്ന്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പോയപ്പോൾ തന്നെ ഒരു വലിയ സൗഖ്യമുണ്ടായി. എൻ്റെ ഹസ്ബൻഡിന് എലിപ്പനിയും ചെള്ളുപനിയും എന്ന രോഗത്താൽ വളരെയധികം വിഷമിക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുകയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഒരു മരുന്നുമായിട്ട് പ്രതികരിക്കാതെയും ഞങ്ങൾ വളരെ വിഷമിക്കുകയും അപ്പോഴാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളായ ഉപ്പ്, തേന് പ്രയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ നിമിഷം മുതൽ ഹസ്ബൻഡിൻ്റെ അതിശക്തമായ പനിയും തലവേദനയും മാറിക്കിട്ടി. ഇതിന് അമ്മ മാതാവിന് നന്ദി. അടുത്തതായി എൻ്റെ സാക്ഷ്യം, ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ 20 വർഷം കൊണ്ട് ഞങ്ങളെ വീട്ടിൻ്റെ ബാക്കിലിറങ്ങാൻ സ്ഥലമില്ലായിരുന്നു, ആഗ്രഹിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു വലിയ പറമ്പായിരുന്നു, 50 സെൻറ്റോളം വരും. ഞങ്ങൾക്ക് അത് വാങ്ങുവാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. അയാൾ അത് ഫുള്ളായിട്ട് ഒരുമിച്ചേ തരുവുള്ളൂ എന്നാണ് പറയുകയുണ്ടായത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൻ്റെ ആ ഭാഗം, കുറച്ച് ഭാഗം മതിയായിരുന്നു. ഉടമ്പടി എടുത്ത് 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ മാതാവ് ഇടപെട്ട് ഞങ്ങൾ അതിനു മുമ്പ് ഉടമ്പടി എടുത്തത് മുതൽ ഉടമ്പടി വസ്തുവായ ഉപ്പ് വിതറി വിശ്വാസം പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ആ വസ്തുവിൽ ഉടമ്പടി കാശുരൂപം കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 5 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു വ്യക്തി ആ പറമ്പ് ഫുള്ള് വാങ്ങുകയും ഞങ്ങൾക്ക് ആവശ്യമായ സ്ഥലം ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മാതാവ് വാങ്ങിത്തരുകയും ചെയ്തു. ഇത് അമ്മ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഭൂമി കിട്ടിയത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഓട്ടോ സ്റ്റാൻഡുകളും ബസ് സ്റ്റാൻഡുകളിലും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് അമ്മേ അർഹതപ്പെട്ട കൈകളിൽ ഈ പത്രം എത്തണമേ എന്ന് പ്രാർത്ഥിച്ചാണ് വിതരണം ചെയ്തിരുന്നത്. ഉടമ്പടി ധ്യാനം വളരെ വളരെ ആഗ്രഹിച്ചാണ് ഓരോ ചൊവ്വാഴ്ചകളിലും ഞാൻ കൂടിയിരുന്നത്. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ഞാൻ ചെയ്തിരുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് അഗതി മന്ദിരം സന്ദർശിക്കുകയും
പൊതിച്ചോറ് തെരുവിലിരിക്കുന്നവർക്ക് കൊടുക്കുകയും മറ്റുള്ള പാവങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആത്മീയമായിട്ടാണ് ഞങ്ങൾ വളരെയധികം വളർന്നത്. ഞായറാഴ്ച ക്രിസ്ത്യാനി ആയിരുന്നു. ഇപ്പോൾ കുടുംബമായിട്ട് തന്നെ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി ഭക്തിപൂർവ്വം തന്നെ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. കൂടാതെ ബൈബിൾ വായിക്കുകയും സമയം കിട്ടുമ്പോഴെല്ലാം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കാനുള്ള അനുഗ്രഹവും ഞങ്ങൾക്ക് ലഭിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി എൻ്റെ സാക്ഷ്യം നിന്ന് ഞാൻ വിരമിക്കുന്നു.